ഹായ് ഹലോ എല്ലാവർക്കും മിനീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കോംബോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 4 കോംബോ സെറ്റാണ് വരുന്നത്. ഓരോ കോംബോയിലും 3 പ്ലാന്റ്സ് വെച്ചാണ് വരുന്നത്. ഇൻക്ലൂഡിങ് CC 600 രൂപയാണ് കോംബോയുടെ റേറ്റ് വരുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDC വഴിയും പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയുമാണ്. അപ്പോൾ ഓരോ കോംബോയിലും ഏതൊക്കെ പ്ലാൻസ് ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് റെഡ് സോഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല മെച്ചുവേർഡ് പ്ലാന്റ് തന്നെയാണ് റെഡ് സോഡിൻ്റെ വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ട് പിങ്ക് ഐലൈൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. നല്ലപോലെ ഒത്തിരി ലീവ്സ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിങ്ക് ഐലൈൻ്റെ. അടുത്തത് ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു റെഡ് പോലത്തെ ഷെയ്ഡ് കുറച്ചുകൂടെ കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ലക്കി സ്റ്റാർ. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സ് ആണ് ആദ്യത്തെ കോംബോയിൽ വരുന്നത്. ഇൻക്ലൂഡിങ് CC 600 രൂപയാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് കോംബോയിൽ വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് റെഡ് ഏഞ്ചലിൻ്റെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ലീഫൊക്കെ ഒരുപാടുള്ള നല്ലൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റെഡ് ഏഞ്ചലിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് വരുന്നത്. സെക്കൻഡ് പ്ലാന്റ് അജ്മാനി പിങ്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല കളറൊക്കെ കയറിയിട്ടുള്ള അജ്മാനി പിങ്കിൻ്റെ പ്ലാന്റാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ പ്ലാന്റ് പിങ്ക് അറോറയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഒരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് പിങ്ക് അറോറയ്ക്ക്. ഈ ഒരു 3 പ്ലാന്റാണ് രണ്ടാമത്തെ കോംബോയിൽ വരുന്നത്. റേറ്റ് വരുന്നത് 600 രൂപ ഇൻക്ലൂഡിങ് CC. ഇൻസൈഡ് കേരളയാണ് നമുക്ക് ഇൻക്ലൂഡിങ് CC 600 വരുന്നത്. അതർ സ്റ്റേറ്റ് വരുമ്പോൾ റേറ്റിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നതായിരിക്കും. മൂന്നാമത്തെ കോംബോയിലെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഹൈറ്റൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല ഏതാണെന്ന്. സെക്കൻഡ് പ്ലാന്റ് ഡയമണ്ട് റെഡിൻ്റെ നല്ല കളറൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത്. തേർഡ് പ്ലാന്റ് ഫവനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു മീഡിയം സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അധികം കാണാത്തൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന ഫവനിയോൻ്റെ പ്ലാന്റാണ് തേർഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സാണ് നമ്മുടെ തേർഡ് കോംബോയിൽ വരുന്നത്. ലാസ്റ്റ് കോംബോയിൽ വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല കളറൊക്കെ കയറിയിട്ടുള്ള റെഡ് ഷെയ്ഡ് ലീഫിലൊക്കെ നല്ല പോലെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെ വരുന്ന ഫയർ റെഡിൻ്റെ പ്ലാന്റ്. സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് അജ്മാനി പിങ്കിൻ്റെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. നല്ല ഹൈറ്റൊക്കെ വരുന്നുണ്ട് ഈ പ്ലാന്റിനും. കളറും നല്ലപോലെ കയറിയിട്ടുണ്ട്. തേർഡ് പ്ലാന്റ് കോബ്രയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള കോബ്രയുടെ പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റാണ് ലാസ്റ്റത്തെ കോംബോയിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സാണ് നമുക്ക് കോംബോയിൽ വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്സപ്പിൽ. നമുക്ക് ഒരുപാട് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പ്ലാന്റ്സ് സെപ്പറേറ്റ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ കമൻറ്റ് ബോക്സിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ മെസ്സേജ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.